100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം 100 പ്രധാന വാർത്തകൾ. നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസിൽ അറസ്റ്റിലായ SIയെയും സിവിൽ പോലീസ് ഓഫീസറെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കസ്റ്റഡിയിൽ അതിക്രൂര മർദ്ദനത്തിന് രാജ്കുമാർ ഇരയായെന്ന് റിമാൻഡ് റിപ്പോർട്ട്. കേസിൽ 2 പോലീസുകാരെ കൂടി പ്രതി ചേർത്തു. നെടുങ്കണ്ടം ഉരുട്ടിക്കൊലക്കേസ് അട്ടിമറിക്കാൻ മന്ത്രി MM മണിയും ഇടുക്കി SP ഒത്തുകളിക്കുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. പോലീസിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും പ്രതിപക്ഷം. നെടുങ്കണ്ടം കസ്റ്റഡി മരണം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് DGP ലോക്നാഥ് ബെഹ്റ. SP, DYSP ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി വേണമോ എന്ന് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തീരുമാനിക്കും. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തെളിവ് ലഭിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നും DGP തിരുവനന്തപുരത്ത് പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷം 7% വളർച്ച ലക്ഷ്യം വയ്ക്കുന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചു. അടുത്ത സാമ്പത്തിക വർഷം രാജ്യം 7 മുതൽ 7.5% വരെ വളർച്ച കൈവരിക്കുമെന്നാണ് സാമ്പത്തിക സർവേയുടെ പ്രവചനം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധന വെല്ലുവിളിയാണെന്നും 2019-20 സാമ്പത്തിക വർഷം ഇന്ധനവില കുറയുമെന്നും സാമ്പത്തിക സർവേ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ ജർമ്മൻ യുവതി ലിസയ്ക്കായി യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചേക്കും. ഇതിനായി CBI മുഖാന്തരം പ്രത്യേക അന്വേഷണ സംഘം ഇന്റർപോളിന് അപേക്ഷ സമർപ്പിച്ചു. കേസിന്റെ പശ്ചാത്തലം പൂർണ്ണമായി പരിശോധിച്ച ശേഷമാകും യെല്ലോ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്റർപോൾ അന്തിമ തീരുമാനമെടുക്കുക. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 1000 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറി. 1000 വീടുകൾ നിർമ്മിക്കുക പ്രായോഗികമല്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. 500 വീടെങ്കിലും പൂർത്തിയാക്കാനാണ് KPCCയുടെ ശ്രമമെന്നാണ് പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനത്യാഗത്തിൽ ദുഃഖിതനെന്ന് കോൺഗ്രസിന്റെ താൽക്കാലിക അധ്യക്ഷൻ മോത്തിലാൽ വോറ. കോൺഗ്രസ് പാർട്ടി തിരിച്ചുവരും. തിരിച്ചടി താൽക്കാലികമാണ്. പുതിയ അധ്യക്ഷനെ വർക്കിംഗ് കമ്മിറ്റി തീരുമാനിക്കുമെന്നും മോത്തിലാൽ വോറ 24നോട് പറഞ്ഞു. മുല്ലപ്പെരിയാർ പുതിയ ഡാമിൽ കേരളത്തിന്റെ വിശദീകരണം തമിഴ്നാട് കേൾക്കണമെന്ന് സുപ്രീംകോടതി. തമിഴ്നാട് സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയിലാണ് കോടതിയുടെ പരാമർശം. കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെടുന്നത് അതിനുശേഷം മതിയെന്നും കോടതി തമിഴ്നാടിന് നിർദ്ദേശം നൽകി. സഭാ തർക്കത്തിലെ കോടതി വിധി നടപ്പാക്കാതെ സർക്കാർ വഞ്ചിച്ചെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബെസേലിയോസ് പൌലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ സർക്കാർ നടപ്പിലാക്കിയില്ല. ഇനിയും വിധി നടപ്പിലാക്കാൻ വൈകിയാൽ സർക്കാരിനെതിരെ കോടതിയലക്ഷ്യം ഫയൽ ചെയ്യുമെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. ഗൌരി ലങ്കേഷ് കൊലപാതകവുമായി ബന്ധപ്പെട്ട RSS നൽകിയ അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം. മുംബൈ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 15,000 രൂപയുടെ ബോണ്ടിലാണ് ജാമ്യം. സംസ്ഥാനം അതിരൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയിൽ. വൈദ്യുതി ബോർഡിന്റെ സംഭരണികളിൽ ശേഷിക്കുന്നത് 10% ജലം മാത്രം. കക്കിയിൽ നീരൊഴുക്ക് നിലയ്ക്കുകയും 4 സംഭരണികൾ വറ്റുകയും ചെയ്തു. ഇതോടെ സംസ്ഥാനത്ത് വൈദ്യുതോൽപാദനം പ്രതിസന്ധിയിലായെന്നാണ് റിപ്പോർട്ട്. കേരളത്തിന് 13,908 കിലോലീറ്ററായി മണ്ണെണ്ണ വിഹിതം പുനഃസ്ഥാപിക്കും. മത്സ്യത്തൊഴിലാളികൾക്കുള്ള മണ്ണെണ്ണ വിഹിതം വർദ്ധിപ്പിക്കാനും തത്വത്തിൽ തീരുമാനമായി. സബ്സിഡി നിരക്കിൽ മണ്ണെണ്ണ ലഭിക്കാൻ യോഗ്യരായ മത്സ്യത്തൊഴിലാളികളുടെ പട്ടിക നൽകാൻ കേരളത്തോട് ആവശ്യപ്പെട്ടു. പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട പരിശോധനാ റിപ്പോർട്ട് E. ശ്രീധരൻ മുഖ്യമന്ത്രിക്ക് കൈമാറി. റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് E. ശ്രീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം തുടർ നടപടികളെടുക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ പ്രതികരിച്ചു. മഹാരാഷ്ട്രയിൽ 2 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ദിവസങ്ങളായി തുടരുന്ന മഴയിൽ മരണസംഖ്യ 50 കവിഞ്ഞു. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹരിയാന എന്നിവിടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്ന് പ്രവചനമുണ്ട്. ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ കോഴിക്കോട് DDE ഓഫീസിലേക്ക് ABVP മാർച്ച് നടത്തി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷത്തിനിടെ ഒരു ABVP പ്രവർത്തകനും പരുക്കേറ്റു. ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരായ പ്രമേയം നിയമസഭ ഐകകണ്ഠ്യേന പാസാക്കി. മുഖ്യമന്ത്രിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. ന്യൂനപക്ഷങ്ങൾ, ദളിത്, ആദിവാസികൾ എന്നിവരുടെ മേൽ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ സങ്കുചിത വർഗീയ കക്ഷികൾ നടത്തുന്ന അതിക്രമമാണ് ആൾക്കൂട്ട കൊലപാതകങ്ങളെന്ന് പ്രമേയം പറയുന്നു. അംഗത്വ വിതരണത്തിന് സമാന്തരമായി സംഘടന പിടിക്കാൻ സംസ്ഥാനത്ത് BJPയിൽ നീക്കം സജീവം. ഓഗസ്റ്റിൽ അംഗത്വ വിതരണ ക്യാമ്പയിൻ പൂർത്തിയാകുന്നതിന് പിന്നാലെ സംഘടനാ തെരഞ്ഞെടുപ്പുണ്ടാകും. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിനു വേണ്ടി ഗ്രൂപ്പുകൾ ഇതിനകം കളത്തിലിറങ്ങിയിട്ടുണ്ട്.
ജമാഅത്തുദ്ദവ തലവൻ ഹാഫിസ് സയ്യിദ് അടക്കം 13 ഭീകരർക്കെതിരെ കേസെടുത്ത് പാകിസ്ഥാൻ. ഭീകരപ്രവർത്തനത്തിനുള്ള ഫണ്ടിംഗ്, കള്ളപ്പണ ഇടപാട് എന്നിവ ആരോപിച്ചാണ് 23 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ 5 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായി ഈ മാസം 20-ന് പുറപ്പെടാനിരിക്കെയാണ് മുഖം മിനുക്കൽ നടപടികൾ. ഇന്ത്യൻ സൈന്യത്തിൽ ഭീരുക്കൾക്ക് സ്ഥാനമില്ലെന്ന് സുപ്രീംകോടതി. ഭീകരർക്ക് നേരെ വെടിയുതിർക്കാത്ത ജവാനെ പിരിച്ചുവിട്ട നടപടി ശരിവെച്ചുകൊണ്ടാണ് കോടതി നിരീക്ഷണം. 2006-ൽ കശ്മീരിൽ ഭീകരരെ നേരിടുന്നതിനിടെയാണ് ജവാനായ ദൽബീർ സിംഗ് പിന്മാറുന്നത്. തുടർന്ന് സൈനിക കോടതി കോർട്ട് മാർഷൽ നടത്തി പിരിച്ചുവിടുകയായിരുന്നു. വാടക ഗർഭധാരണത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്ന വാടക ഗർഭധാരണ നിയന്ത്രണ ബിൽ കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകരിച്ചു. ബിൽ പ്രാബല്യത്തിൽ വരുന്നതോടെ ദമ്പതികളുടെ അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ ഇനി മുതൽ വാടക ഗർഭധാരണം നടത്താൻ അനുവാദമുണ്ടാകൂ. ISROയുടെ 2ാം ചാന്ദ്ര ദൌത്യത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ജൂലൈ 15-ന് പുലർച്ചെ 2:59-ന് ചാന്ദ്രയാൻ 2 പേടകം കുതിച്ചുയരും. സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം വിക്ഷേപണത്തറയിൽ നിന്ന് GSLV Mark 3 റോക്കറ്റാണ് പേടകവുമായി കുതിക്കുക. ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിയിട്ടില്ലെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തമായി തുടരുകയാണെന്നും അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ട് ഇത് മാറില്ലെന്നും മുരളീധരൻ പറഞ്ഞു. കോളേജ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ 5 പേരെ പോലീസ് പിടികൂടി. കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലാണ് സംഭവം. പീഡനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ്. ഭോപ്പാൽ ആശുപത്രിയിൽ സ്ട്രെച്ചർ ഇല്ലാത്തതിനാൽ യുവതിയെയും വൃദ്ധനെയും എക്സ്റേ റൂമിലേക്ക് കൊണ്ടുപോയത് ഒരേ സ്ട്രെച്ചറിൽ. യശ്വന്ത് റാവു ആശുപത്രിയിലാണ് സംഭവം. വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ അധികൃതർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായി ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ഇന്ത്യയിലെ ഭിന്നശേഷിക്കാരായ 27% കുട്ടികൾക്കും സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കുന്നില്ലെന്ന് യുനെസ്കോ. രാജ്യത്ത് 78 ലക്ഷം ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് ഉള്ളത്. പെൺകുട്ടികൾക്കാണ് കൂടുതലായും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നത്. പ്രതിരോധ സേനകൾക്കായി 114 യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നു. ഇതിനുള്ള ടെൻഡർ നടപടികൾ ഉടൻ തുടങ്ങിയേക്കും. 1 ലക്ഷം കോടി രൂപയിലധികം വരുന്ന ഇടപാടാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റേത്. 5 വർഷത്തിനിടെ കശ്മീരിൽ 800 തീവ്രവാദികളെ വധിച്ചതായി കേന്ദ്ര സർക്കാർ. തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം തടയുന്നതിന്റെ ഭാഗമായി നടന്ന ഏറ്റുമുട്ടലുകളിലാണ് ഇത്രയേറെ ഭീകരരെ വധിച്ചതെന്ന് പ്രതിരോധ സഹമന്ത്രി ശ്രീപദ് നായിക് അറിയിച്ചു. കരസേനയുടെ വനിതാ പോലീസ് തസ്തികയിലേക്ക് അപേക്ഷിച്ചത് 2 ലക്ഷം യുവതികൾ. 100 ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ആദ്യമായാണ് പോലീസ് തസ്തികയിലേക്ക് വനിതകൾക്ക് കരസേന റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ സംഘടനയുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങളുമായി RSS. തെലങ്കാനയ്ക്ക് പുറമെ ആന്ധ്രയിലും മുസ്ലിം രാഷ്ട്രീയ മഞ്ചിന്റെ ഘടകങ്ങൾ തുറക്കും. കശ്മീരിലും ഹിന്ദുമത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാനും RSS ലക്ഷ്യമിടുന്നുണ്ട്. ബാലാക്കോട്ട് വ്യോമാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചതോടെ എയർ ഇന്ത്യയ്ക്ക് 491 കോടി രൂപ നഷ്ടമുണ്ടായതായി കണക്കുകൾ. ഈ ഇനത്തിൽ പാകിസ്ഥാന് 688 കോടി രൂപ നഷ്ടം നേരിട്ടു. സ്വകാര്യ കമ്പനികളായ സ്പൈസ് ജെറ്റിന് 30 കോടിയും ഇൻഡിഗോയ്ക്ക് 25 കോടിയും നഷ്ടം സംഭവിച്ചു. കേന്ദ്ര ബജറ്റ് നാളെ അവതരിപ്പിക്കുമ്പോൾ സമ്പദ് രംഗത്തെ രക്ഷിക്കാനുള്ള ഒരു ശ്രമങ്ങളും ബജറ്റിൽ സർക്കാർ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് സാമ്പത്തിക വിദഗ്ധൻ പ്രഭാത് പട്നായിക്. രാജ്യത്തെ ആഭ്യന്തര വളർച്ചാ നിരക്ക് 5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണെന്നും പ്രഭാത് പട്നായിക് പറഞ്ഞു. സീബ്ര ക്രോസിൽ LED സ്ട്രിപ്പുകൾ ഘടിപ്പിച്ച് ഹൈദരാബാദ് ട്രാഫിക് പോലീസ്. KBR പാർക്ക് ട്രാഫിക് സിഗ്നൽ ജംഗ്ഷനിലാണ് LED സ്ട്രിപ്പുകൾ സ്ഥാപിച്ചത്. കാൽനട യാത്ര കൂടുതൽ സുരക്ഷിതമാക്കാൻ സംവിധാനം സഹായകമാകുമെന്ന് ട്രാഫിക് പോലീസ് പറഞ്ഞു. തെലങ്കാനയിൽ ഡ്രഗ്സ് കൺട്രോൾ അസിസ്റ്റന്റ് ഡയറക്ടർ B. പല്ലവി വാഹനാപകടത്തിൽ മരിച്ചു. പല്ലവി സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പല്ലവി മരിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി കേസ് പ്രതി ഗൌതം ഖെയ്താന്റെ ഭാര്യ ഋതു ഖെയ്താന്റെ പേരിലുള്ള ബാങ്ക് നിക്ഷേപം പിടിച്ചെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 7.49 ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തത്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് നടപടി. ഹോങ്കോങ് പ്രക്ഷോഭകരെ അനുകൂലിക്കുന്ന ബ്രിട്ടന്റെ നിലപാടിനെ വിമർശിച്ച് ചൈന. ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടൻ ഇടപെടേണ്ടതില്ലെന്നും പ്രക്ഷോഭത്തെ നേരിടേണ്ടത് എങ്ങനെയെന്ന് അറിയാമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി.
മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിനെതിരെ 23 കേസുകൾ ചുമത്തിയതായി പാകിസ്ഥാൻ തീവ്രവാദ വിരുദ്ധ വിഭാഗം. ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തയ്യബയ്ക്ക് വേണ്ടി ഫണ്ട് സമാഹരിച്ചുവെന്നതാണ് ഹാഫിസിനെതിരായ കുറ്റം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ചു. പ്രത്യേകം രൂപവത്കരിക്കപ്പെട്ട ആഗോള ഭീകര സംഘടന എന്ന വിഭാഗത്തിലാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ അമേരിക്ക ഉൾപ്പെടുത്തിയത്. ഇവർക്ക് സഹായം നൽകുന്നവർക്കെതിരെ ഇനി കുറ്റം ചുമത്തും. അമേരിക്ക താലിബാൻ സമാധാന ചർച്ചയിൽ നിർണായക പുരോഗതി. കരാർ വ്യവസ്ഥയുടെ 90% വിഷയങ്ങളിലും സമവായത്തിലെത്തിയെന്നാണ് വിലയിരുത്തൽ. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ജൂൺ 29-നാണ് 7ാം റൌണ്ട് സമാധാന ചർച്ച തുടങ്ങിയത്. യൂറോപ്യൻ പാർലമെന്റ് പ്രസിഡന്റായി ഡേവിഡ് മരിയ സസോളിയെ തെരഞ്ഞെടുത്തു. ഇറ്റാലിയൻ സോഷ്യലിസ്റ്റ് നേതാവായ സസോളിക്ക് 345 വോട്ടുകളാണ് ലഭിച്ചത്. 2ാം ഘട്ട വോട്ടെടുപ്പിലാണ് സസോളി പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിച്ചത്. ജപ്പാനിൽ കനത്ത മഴ ഭീതി വിതയ്ക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ സർക്കാർ നിർദ്ദേശം നൽകി. ജീവൻ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ തേടണമെന്ന് പ്രധാനമന്ത്രി ഷിൻസോ ആബെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ തെക്കൻ സുഡാനിൽ സാധാരണക്കാർ ക്രൂരമായി വേട്ടയാടപ്പെടുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിവിധ അക്രമ സംഭവങ്ങളിൽ 104 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. മഹാത്മാഗാന്ധിയുടെ ചിത്രമുള്ള ബിയർ കുപ്പി ഇസ്രായേൽ കമ്പനി പിൻവലിച്ചു. ഇന്ത്യക്കാരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയതിന് മാപ്പ് ചോദിക്കുന്നതായും കമ്പനി അറിയിച്ചു. ഇന്ത്യക്കാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് മദ്യക്കുപ്പികൾ പിൻവലിച്ചത്. എത്യോപ്യയിലെയും ഇന്തോനേഷ്യയിലും വിമാനം തകർന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് $100 മില്യൺ ധനസഹായ പദ്ധതിയുമായി ബോയിംഗ് വിമാന കമ്പനി. അമേരിക്കൻ വിമാനമായ ബോയിംഗ് തകർന്ന് 346 പേരാണ് ഇരു രാജ്യങ്ങളിലുമായി മരിച്ചത്. വ്യാജ H-1B വിസ കേസിൽ IT റിക്രൂട്ട്മെന്റ് കമ്പനി ജീവനക്കാരായ 4 ഇന്ത്യൻ വംശജരെ അറസ്റ്റ് ചെയ്തതായി US നീതി വകുപ്പ്. വിജയ് മനെ, വെങ്കിട്ടരമണ, ഫെർണാണ്ടോ സിൽവ, സതീഷ് വെമുരിയെ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വ്യാജ വിസയ്ക്കായി ഗൂഢാലോചന നടത്തിയെന്നാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷത്തെ ആദ്യ ഹജ്ജ് സംഘം സൗദിയിലെത്തി. ഉത്തരേന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ആദ്യ ദിവസം സൗദിയിലെത്തിയത്. മദീനയിലെത്തിയ സംഘത്തെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ പ്രതിനിധികളും പൊതുപ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. കുവൈറ്റ് എയർപോർട്ടിൽ ബയോമെട്രിക് ടെക്നോളജി സംവിധാനം പ്രവർത്തന സജ്ജമായി. പുതിയ ടെർമിനലായി ടെർമിനൽ 4-ലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി പ്രവർത്തിപ്പിക്കുക. ഫോർഡ് ക്രിസ്ലർ കമ്പനികളുടെ സിഇഒ ആയിരുന്ന ലീ അയോക്ക അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. ഡെട്രോയിറ്റിലെ ബെസ്റ്റ് സെല്ലിംഗ് വാഹനങ്ങളുടെ അമരക്കാരനായിരുന്നു ലീ. 32 വർഷം ഫോർഡിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഔദ്യോഗിക യാത്രയിൽ 34 ലക്ഷം രൂപ വിലയുള്ള ഹാൻഡ് ബാഗ് ഉപയോഗിച്ചതിന് തുർക്കി പ്രഥമ വനിത എമിൻ എർദോഗനെതിരെ രൂക്ഷ വിമർശനം. തുർക്കി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രഥമ വനിതയുടെ ധൂർത്തെന്നാണ് ആരോപണം. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികൾക്ക് അവകാശങ്ങൾ നൽകാത്ത സ്പോൺസർമാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ നീക്കം. ഗാർഹിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അവകാശ നിഷേധങ്ങൾ, വേതനം നൽകാതിരിക്കൽ, പീഡനം തുടങ്ങി നിരവധി പരാതികളാണ് കുവൈറ്റിൽ അധികൃതർക്ക് ലഭിക്കുന്നത്. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഇന്ത്യൻ രൂപയിൽ സാധനങ്ങൾ വാങ്ങാം. ജൂലൈ 1 മുതൽ കൌണ്ടറുകളിൽ രൂപ സ്വീകരിച്ചു തുടങ്ങി. ഇതോടെ ഇവിടെ സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്താവുന്ന 16ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ടൂറിസ്റ്റ് വിസയിൽ UAE-യിലേക്ക് യാത്ര ചെയ്യുന്ന മാതാപിതാക്കൾക്ക് ഇനി മുതൽ 18 വയസ്സിന് താഴെ പ്രായമുള്ള മക്കളുടെ വിസ സൗജന്യമായി ലഭിക്കും. ജൂലൈ 15 മുതൽ സെപ്റ്റംബർ 15 വരെയാണ് ആനുകൂല്യം. ഇനി മുതൽ എല്ലാ വർഷവും ഈ കാലയളവിൽ 18 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾക്കുള്ള വിസ സൗജന്യമായിരിക്കും. വാട്സാപ്പിന്റെ പുതിയ രൂപമാറ്റത്തിനൊപ്പം ഇനി മുതൽ QR കോഡ് സ്കാനിംഗും. ആൻഡ്രോയിഡിലെ പുതിയ ബീറ്റ ശ്രേണിയിലാകും ഇവ ഉണ്ടാവുക. കൂടുതൽ ആളുകളെ വാട്സാപ്പിലേക്ക് ആകർഷിക്കാനായാണ് പുതിയ രീതി അവതരിപ്പിക്കുന്നത്. BSNL കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 14,202 കോടി രൂപ നഷ്ടത്തിലാണ് BSNL എന്നാണ് റിപ്പോർട്ട്. ടെലികോം മേഖലയിലെ മത്സരത്തെ തുടർന്ന് കുറഞ്ഞ താരിഫ് നിരക്കുകൾ നടപ്പാക്കിയതും വരുമാനത്തിൽ ഭൂരിഭാഗം ശമ്പളത്തിനായി ഉപയോഗിച്ചതുമാണ് പ്രതിസന്ധിക്ക് കാരണം. രാജ്യത്തെ വാഹന വിൽപ്പനയിലുള്ള പുതിയ നിയമം മൂലം ഇനിയുള്ള മാസങ്ങളിൽ വാഹനവിലയിൽ വൻ വിലയിടിവിന് സാധ്യതയെന്ന് റിപ്പോർട്ട്. മലിനീകരണ നിയന്ത്രണം സംബന്ധിച്ച കർശന വ്യവസ്ഥകൾ അടങ്ങിയ BS6 നിയമം 2020 ഏപ്രിൽ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരും. ഈ നിലവാരത്തിലുള്ള വാഹനങ്ങൾ മാത്രമേ പിന്നീട് വിൽക്കാൻ കഴിയൂ.
ഇന്ത്യൻ വ്യവസായ രംഗത്തെ പ്രമുഖൻ ബസന്ത് കുമാർ ബിർള അന്തരിച്ചു. സംസ്കാരം ഇന്ന് കൊൽക്കത്തയിലെ വസതിയിൽ നടക്കും. ആദരസൂചകമായി മുംബൈയിലെ ബിർള ഓഫീസുകൾ ഇന്ന് പ്രവർത്തിക്കില്ല. ജലസംരക്ഷണ പദ്ധതികൾക്കായി 10,000 കോടി രൂപ കേന്ദ്ര ബജറ്റിൽ വകയിരുത്തുമെന്ന് സൂചന. 3 മുതൽ 5 വർഷം കൊണ്ടാണ് ജലസംരക്ഷണ പദ്ധതി നടപ്പാക്കുക. പദ്ധതി വരുമെന്നതിന്റെ സൂചന മൻ കി ബാത്ത് റേഡിയോ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകി. നിലവിലെ ചാമ്പ്യന്മാരായി ചിലയെ തകർത്ത് പെറു കോപ്പ അമേരിക്ക ഫൈനലിൽ. ജയമെതിരില്ലാത്ത 3 ഗോളുകൾക്കാണ്. ഫൈനലിൽ പെറു ബ്രസീലിനെ നേരിടും. ലോകകപ്പിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് സെമിയിൽ. നിർണായക മത്സരത്തിൽ ന്യൂസിലൻഡിനെ 119 റൺസിന് തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് സെമിയിൽ കടന്നത്. ജോണി ബിസ്റ്റോവാണ് കളിയിലെ താരം. ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. സുനിൽ ലാബ്രിസിന് പകരം എവിൻ ലൂയിസിനെയും ഷാനോൺ ഗബ്രിയലിന് പകരം കെമർ റോച്ചിനെയും വെസ്റ്റ് ഇൻഡീസ് ടീമിൽ ഉൾപ്പെടുത്തി. സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് വിംബിൾഡൺ ടെന്നീസിന്റെ 3ാം റൗണ്ടിൽ കടന്നു. അമേരിക്കയുടെ ഡെനിസ് കുട്ട്ലെയാണ് ജോക്കോവിച്ച് തോൽപ്പിച്ചത്. ഇനി ജില്ലാ വാർത്തകൾ. പ്രമുഖ വ്യവസായിയും എഴുത്തുകാരനുമായ ജെ രാജ്മോഹൻ പിള്ളയ്ക്ക് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ പുരസ്കാരം. സിദ്ധാർത്ഥൻ എന്ന നോവലിനാണ് പുരസ്കാരം. മാരായമുട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നു. പൊതുവിജ്ഞാന സംരക്ഷണ യജ്ഞം മിഷൻ പദ്ധതിയുടെ ഭാഗമായി 6 കോടി രൂപ ചെലവിലാണ് സ്കൂളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സംസ്ഥാനത്തെ പ്രൈമറി സ്കൂളുകളിലെ ഹൈടെക് ലാബ് പദ്ധതി തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നാളെ വൈകിട്ട് 3-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 9,941 പ്രൈമറി സ്കൂളുകൾ ഹൈടെക് ആക്കാൻ കിഫ്ബി 292 കോടി രൂപ അനുവദിച്ചിരുന്നു. നാളെ മുതൽ കൈറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലൂടെ ഉപകരണങ്ങൾ വിതരണം ചെയ്യും. ആറ്റിങ്ങലിൽ KSU SDPI പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘട്ടനത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു. KSU ജില്ലാ സെക്രട്ടറി സുഹൈൽ ആലംകോടിനാണ് വെട്ടേറ്റത്. 4 SDPI പ്രവർത്തകരെ പോലീസ് പിടികൂടി. തിരുവനന്തപുരത്ത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിനെതിരെ നിക്ഷേപകരുടെ പരാതി. കേരള ഹൌസിംഗ് ഫിനാൻസ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിനെതിരെയാണ് നിക്ഷേപകർ രംഗത്തെത്തിയത്. നിക്ഷേപകർക്ക് മുതലും പലിശയും നൽകുന്നില്ലെന്നാണ് പരാതി. വാമനപുരം നദിയിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു. നദിയിൽ അവനവഞ്ചേരിക്കടവിൽ നിന്നാണ് വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ്. 15 ദിവസത്തേക്കുള്ള ജലം മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നതെന്ന് ജല അതോറിറ്റി അറിയിച്ചു. തിരുവനന്തപുരത്ത് കരമടച്ച പണം ഉൾപ്പെടെ കോർപ്പറേഷനിൽ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയ 6 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യാൻ നഗരസഭാ സെക്രട്ടറി ശുപാർശ നൽകി. 3 ബിൽ കളക്ടർമാർക്കെതിരെയും 3 റവന്യൂ ഇൻസ്പെക്ടർമാർക്കെതിരെയുമാണ് നടപടി. അവശ്യ സാധനങ്ങൾ വില കുറച്ച് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി പി തിലോത്തമൻ. ശബരി ഉൽപ്പന്നങ്ങൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തുകയായിരുന്നു മന്ത്രി. കൊല്ലം കരുനാഗപ്പള്ളി ദേശീയപാതയിൽ ബൈക്ക് KSRTC ബസ്സിനടിയിൽപ്പെട്ട യുവാവ് മരിച്ചു. ആലപ്പുഴ സ്വദേശി രാജേഷാണ് മരിച്ചത്. നഗരത്തിൽ എയർഹോൺ ഘടിപ്പിച്ച് സർവീസ് നടത്തിയ 28 സ്വകാര്യ ബസ്സുകൾ പിടിയിൽ. മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ബസ്സുകൾ പിടികൂടിയത്. കൊട്ടാരക്കരയിൽ KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ബസ് ഡ്രൈവർ മരിച്ചു. കാരേറ്റ് സ്വദേശി പ്രകാശനാണ് മരിച്ചത്. ജൂൺ 15-നാണ് കൊട്ടാരക്കരയിൽ KSRTC ബസ്സും റെഡിമിക്സ് ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് തീപിടിച്ചത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ PB നൂഹ് അറിയിച്ചു. അക്ഷരജ്വാല ബോധവൽക്കരണ നാടകയാത്രയുടെ പര്യടനം ആരംഭിച്ചു. അടൂരിൽ നടന്ന നാടകത്തിന്റെ ജില്ലാതല വരവേൽപ്പിന്റെ ഉദ്ഘാടനം അടൂർ DYSP ജവഹർ ജനാർദ് ഉദ്ഘാടനം ചെയ്തു. നഗരമധ്യത്തിൽ തണ്ണീർത്തടം നികത്താനിട്ട മണ്ണ് ജില്ലാ കളക്ടർ നേരിട്ടെത്തി മാറ്റിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് റിംഗ് റോഡിനരികെയുള്ള നികത്തിലാണ് ഒഴിപ്പിച്ചത്. ഉദ്യോഗസ്ഥരോടൊപ്പം കളക്ടർ നേരിട്ടെത്തിയാണ് കയ്യേറ്റം ഒഴിപ്പിച്ചത്. അമ്പലപ്പുഴയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. കാക്കാഴം താഴ്ചയിൽ സാബുദ്ദീന്റെയും നസിയുടെയും മകൻ നസീബാണ് മരിച്ചത്. വ്യവസായ വകുപ്പിന്റെ മെഗാ ഫുഡ് പാർക്ക് ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്യും. സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന്റെ ചേർത്തല പള്ളിപ്പുറത്തെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് സെന്ററിലാണ് പാർക്ക് പൂർത്തിയാകുന്നത്. സമുദ്രോൽപ്പന്ന സംഭരണവും സംസ്കരണവും കയറ്റുമതിയും ഒരു കുടക്കീഴിലാക്കുന്നതാണ് പദ്ധതി.
തണ്ണീർമുക്കം പഞ്ചായത്തിൽ കുടുംബശ്രീ സ്മാർട്ട് ഡേ കെയർ യൂണിറ്റുകൾ തുറക്കും. ഇതിനായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ 30 പ്രവർത്തകർക്ക് 10 ദിവസത്തെ പരിശീലനം തുടങ്ങി. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് 5 കോടി രൂപ അധിക സഹായം അനുവദിക്കണമെന്ന് AM ആരിഫ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ടൂറിസം മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേലിന് ആരിഫ് MP നിവേദനം നൽകി. പള്ളിക്കുന്നത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും. സ്മാർട്ടായ വില്ലേജ് ഓഫീസിൽ ഭൂരേഖകളും നികുതിയും മുഴുവൻ രജിസ്റ്ററുകളും ഡിജിറ്റലാക്കി. 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് DCC പ്രസിഡന്റ് M. ലിജു. ആലപ്പുഴയിൽ സംഘടനാ ദൌർബല്യമുണ്ടായെന്ന അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിൽ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തട്ടെയെന്നും M. ലിജു പറഞ്ഞു. റബ്ബറിന് 200 രൂപ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് PC ജോർജ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് നിവേദനം നൽകി. കേരളത്തിൽ NDAക്ക് മുന്നോട്ട് പോകണമെങ്കിൽ റബ്ബർ കർഷകരെ പരിഗണിക്കണം. ബജറ്റിൽ അനുകൂലമായ തീരുമാനമുണ്ടാകണമെന്നും MLA ആവശ്യപ്പെട്ടു. വെച്ചൂർ പഞ്ചായത്തിൽ 2 ക്ഷേത്രങ്ങളിൽ മോഷണം. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഇടയാഴം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും NSS കരയോഗത്തിന് നേതൃത്വത്തിലുള്ള ഇടയാഴം പൂങ്കാവ് ദേവി ക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത്. രണ്ടിടത്തും കാണിക്ക വഞ്ചികൾ മോഷ്ടാക്കൾ തകർത്തു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി ജില്ലയിൽ ഭൂഗർഭ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് പ്രതിരോധിക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ കളക്ടറുടെ നിർദ്ദേശം. കളക്ടറുടെ ചേംബറിൽ ചേർന്ന ജൽശക്തി അഭിയാൻ യോഗത്തിലാണ് കളക്ടർ H. ദിനേശൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയത്. അനധികൃതമായി മണ്ണിട്ട് നികത്തിയ നെൽവയലുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു. തൊടുപുഴ ചീനിക്കുഴി റോഡരികിൽ മുതലക്കോടം സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിന് എതിർവശമുള്ള വയലാണ് മണ്ണ് നീക്കി പൂർവ്വസ്ഥിതിയിലാക്കുന്നത്. RDOയുടെ നേതൃത്വത്തിൽ റവന്യൂ ജീവനക്കാരാണ് നടപടി പൂർത്തിയാക്കുന്നത്. പുറമ്പോക്ക് കയ്യേറി അജൈവ മാലിന്യ സംഭരണ കേന്ദ്രം നിർമ്മിച്ചതിന് തൃക്കാക്കര നഗരസഭയ്ക്ക് നോട്ടീസ്. മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി സെന്റർ എന്ന പേരിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നഗരസഭ മാലിന്യ സംഭരണ കേന്ദ്രം പണിയുന്നത്. റവന്യൂ വകുപ്പാണ് നോട്ടീസ് നൽകിയത്. ചേരാനെല്ലൂരിൽ വീടിന് തീപിടിച്ചു. തെക്കാനത്ത് സെബാസ്റ്റ്യൻ വർഗീസിന്റെ വീടിനാണ് തീപിടിച്ചത്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എറണാകുളത്ത് ഗോശ്രീ പ്രദേശങ്ങളിൽ ടൂറിസം സാധ്യതകൾ പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ S. സുഹാസ്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ ടൂറിസം വകുപ്പിന് കളക്ടർ നിർദ്ദേശം നൽകി. എറണാകുളം മഹാരാജാസ് കോളേജിൽ അഭിമന്യു സ്മാരക സ്തൂപം നിർമ്മിക്കാൻ സർക്കാർ അനുമതിയുണ്ടോ എന്ന് വ്യക്തമാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. 10 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ മറുപടി നൽകണമെന്നും സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന നൈട്രോസെപ്പാം ഗുളികകളുമായി യുവാവ് പിടിയിൽ. കാലടി സ്വദേശി അഖിൽ ജോയിയാണ് അങ്കമാലി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ഏഴിക്കര പഞ്ചായത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ചാത്തനാട്, ഏഴിക്കര, കടാമംഗലം, നന്ദ്യാട്ടുകുന്നം പ്രദേശങ്ങളിലെ ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിലാണ് പരിശോധന നടത്തിയത്. ആലുവയിൽ എടമുളപ്പുഴയുടെ കുറുകെ അനുമതിയില്ലാതെ സ്വകാര്യ വ്യക്തി നിർമ്മിച്ച വിവാദ പാലം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൊളിച്ചു. താലൂക്ക് വികസന സമിതി കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് പാലം പൊളിച്ചത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന വൻ വിദേശ നാണയ വിനിമയ തട്ടിപ്പ് കണ്ടെത്തി. വിമാനത്താവളത്തിൽ വിദേശ നാണ്യ വിനിമയം നടത്തുന്ന 3 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം ക്രമക്കേട് കണ്ടെത്തിയത്. വിയ്യൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷ ശക്തമാക്കാൻ ആയുധമേന്തിയ സ്കോർപിയൻ കമാൻഡോകളെത്തി. സമീപ ദിവസങ്ങളിൽ ജയിലുകളിൽ നിന്ന് മൊബൈൽ ഫോണുകളും കഞ്ചാവും പിടികൂടിയിരുന്നു. ഇതേ തുടർന്നാണ് ജയിലിലേക്കുള്ള പ്രവേശന കവാടത്തിൽ സ്കോർപിയോൺ കമാൻഡോകളെ നിയമിച്ചത്. തൃശൂർ ജില്ലയിൽ കടലാക്രമണം രൂക്ഷമായ തീരമേഖലയിൽ അടിയന്തര പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടത്തിന്റെ കരാർ നടപടികളായതായി അഡീഷണൽ ഇറിഗേഷൻ ഡിവിഷൻ ഓഫീസ് അറിയിച്ചു. 3 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ളത്. ഇടപ്പാൾ തൃശൂർ റോഡിന്റെ മേൽപ്പാലം നിർമ്മാണത്തിന്റെ പൈലിംഗ് പ്രവൃത്തിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. കുറ്റിപ്പുറം റോഡിലെ 2ാം ഘട്ട പൈലിംഗ് ഇന്നലെ ആരംഭിച്ചു. 1 മാസത്തിനുള്ളിൽ പൈലിംഗ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് വിലയിരുത്തൽ. മലപ്പുറം ജില്ലയിൽ 5 ഇടങ്ങളിൽ വീടും ഭൂമിയും ഇല്ലാത്തവർക്ക് പാർപ്പിട സമുച്ചയം വരുന്നു. ലൈഫ് മിഷൻ സമ്പൂർണ്ണ ഭവന പദ്ധതിയുടെ 3ാം ഘട്ടമായാണ് പാർപ്പിട സമുച്ചയം നിർമ്മിക്കുന്നത്. പെരിന്തൽമണ്ണ, തിരൂർ, പൊന്നാനി, ആലങ്കോട്, നിലമ്പൂർ എന്നിവിടങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുക.
മയ്യന്നൂരിൽ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. മയ്യന്നൂർ MCM UP സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥി വാസിദിനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത്. നാദാപുരം SIയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. കവി NN കക്കാടിന്റെ ഓർമ്മയ്ക്ക് ജന്മനാടായ അവിട്ടുനല്ലൂരിൽ ഒരുങ്ങുന്ന സാംസ്കാരിക സമുച്ചയത്തിന് തിങ്കളാഴ്ച മന്ത്രി AK ബാലൻ ശിലയിടും. കോട്ടൂർ ആമയാട്ട് വയലിൽ പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി വാങ്ങിയ 20 സെന്റ് ഭൂമിയിലാണ് സമുച്ചയം ഒരുങ്ങുന്നത്. 75 ലക്ഷം രൂപ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പരാതി രേഖപ്പെടുത്താൻ മയ്യഴി അഴിയൂരിൽ പിങ്ക് ബോക്സ് സ്ഥാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, ICDS സൂപ്പർവൈസർ എന്നിവരടങ്ങുന്ന സമിതി എല്ലാ മാസവും പെട്ടി തുറന്ന് പരാതികൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കും. ഗ്രാമീണ മേഖലകളിലെ ജലസംരക്ഷണവും മഴവെള്ള സംരക്ഷണവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാരിന്റെ ജലശക്തി അഭിയാൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് കാസർഗോഡ് ജില്ലയിൽ തുടക്കമായി. രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിലായി നടപ്പാക്കുന്ന പദ്ധതിയിൽ പാലക്കാടും കാസർഗോഡുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 100 ന്യൂസ് അവസാനിച്ചു. ഇനി 24 റൗണ്ടപ്പുമായി റീജിത്ത് എത്തും. ചുങ്കത് ജ്വല്ലറി 100 ന്യൂസ് സമർപ്പിക്കുന്നത് ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇന്നത്തെ വാർത്താ ദിനം കോ സ്പോൺസർഡ് ബൈ ബ്രൈറ്റ്സ് ഓഫ്